ഹായ് ഗൈസ്, ഇത്തവണ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഡീഫിയൻറ്റ് എന്ന ഈ IEM-നെ കുറിച്ച് പറയാനാണ്. 10,000 രൂപയ്ക്ക് താഴെ ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല IEM എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. അതിന് കാരണം എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരു ഓഡിയോ ഫയലല്ല, വളരെ കൂടുതലായി സോങ്സ് മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആസ്വദിക്കാറുണ്ട്, ബട്ട് അതും വളരെ കുറച്ച് മാത്രമാണ്. എന്നെ സംബന്ധിച്ചോളം ഓഡിയോ എന്ന് പറയുന്നത് ഗെയിമിൻ്റെ ഓഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിൽ IEM-നെ കുറിച്ച് പറയുമ്പോൾ ഗെയിമിൻ്റെ സൗണ്ടിനെ കുറിച്ചായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ ഓഡിയോ ഫയൽ റിവ്യൂകളെ പോലെ മ്യൂസിക്കിനെ കുറിച്ചോ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും കൂടുതലായിട്ട് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഐ എം നോട്ട് ദാറ്റ് എക്സ്പെർട്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് വേണ്ടതെങ്കിൽ ധാരാളം റിവ്യൂവർമാർ ഇന്ത്യയിലുണ്ട്. അതുപോലെ ഐ റെക്കമെൻഡ് സൂപ്പർ റിവ്യൂസ്. അദ്ദേഹത്തിൻ്റെ ഡീഫിയൻറ്റ് റിവ്യൂ വളരെ മനോഹരമാണ്. വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഞാൻ ഡീഫിയൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അൺബോക്സിംഗ് അല്ല. ഐ ഓൾറെഡി അൺബോക്സ്ഡ് ഇറ്റ്. ആ വീഡിയോ ഞാൻ ഷോർട്ട് സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഷോർട്ട് സെക്ഷനിൽ ചെന്നാൽ കാണാവുന്നതാണ്. ഈ പാക്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇതൊരു ഹെഡ്ഫോൺ സോൺ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു IEM ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഡീഫിയൻറ്റ് എന്ന് പറയുന്ന IEM ആദ്യം ഉണ്ടായത് റിവ്യൂവിലെ സിയോസുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ ഇന്ത്യയിൽ ഹെഡ്ഫോൺ സോണുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തെങ്കിലും വളരെ വലിയ ഒരു ട്യൂൺ വ്യത്യാസമൊന്നുമില്ല. ആ ഇന്റർനാഷണൽ ലെവലിലുള്ള ആ സംഭവത്തിന്റെ അതേ ട്യൂൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു ലോഗോ അവർ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. അത് കൂടാതെ ചെറിയ ഒരു പ്ലേറ്റിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി കൂടുതൽ റെയിൻബോ ആയി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് നോക്കുകയാണെങ്കിൽ കാണാം, വളരെ കൃത്യമായിട്ട് ഗെയിം ഫിഡലിറ്റി എഡിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഗെയിം ഫിഡലിറ്റി എഡിഷൻ ഇന്റർനാഷണൽ ലെവലിലുള്ള ഗെയിം ഫിഡലിറ്റി എഡിഷനാണ് ഇവിടെ ഹെഡ്ഫോൺ സോൺ എവരിഡേ വെർഷനായിട്ട് കൊടുക്കുന്നത്. 2 വെർഷനുകളുണ്ട് ഹെഡ്ഫോൺ സോണിൽ, എവരിഡേ വെർഷനും അതേപോലെ തന്നെ ഓഡിയോ ഫയൽ വെർഷനും. ഓഡിയോ ഫയൽ വെർഷൻ ആണെങ്കിൽ റിവ്യൂവിന്റെ അതേ സെയിം സംഭവം തന്നെയാണ്, സെയിം ട്യൂണിംഗ് ആണ്. ബോക്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് ഇതുപോലൊരു കാർഡാണ്. ഈ ചെറിയ കാർഡിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു കട്ടൗട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. താഴത്തെ ഡീഫിയൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ജപ്പാനീസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതേ പ്രിന്റ് നമുക്ക് ഇതിൻ്റെ പ്ലേറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. കൂടാതെ ഒരു ഇൻട്രൊഡക്ഷൻ പേപ്പർ വിവിധ ഭാഷകളിൽ, ജൂസിയറിൻ്റെ ഒരു ക്വാളിറ്റി അഷുറൻസ് കാർഡ്, പിന്നെ ഉള്ളത് ഇതുപോലെ കുറേ ഇയർ ടിപ്പുകളുടെ ഒരു കൂട്ടമാണ്. ഇതിൻ്റെ ഇയർ ടിപ്പുകൾ വളരെ നല്ലതാണ്. ഇതിൽ ഒരു മെമ്മറി ഫോം ഇയർ ടിപ്പുണ്ട്. എനിക്ക് പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. വളരെ ഒരു സ്റ്റിക്കി ആയിട്ട് എനിക്ക് ഇത് അനുഭവപ്പെടുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ചിലർക്കൊക്കെ ഒരു ഇയറിൽ ഫാറ്റിക്കൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക് മിക്കപ്പോഴും ഈ മെമ്മറി ഫോം ഇയർ ടിപ്പ് വളരെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇയർ ടിപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഓൾറെഡി ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ഇയർ ടിപ്പുകൾ ഒരു ബൾബ് രൂപത്തിലുള്ളതാണ്, സിലിക്കൺ ഇയർ ടിപ്പുകൾ. ബാക്കിയുള്ളതൊക്കെ സിലിക്കൺ ആണ്. ഇത് മാത്രമേ മെമ്മറി ഫോം ഉള്ളൂ. ബാക്കിയുള്ളത് സാധാരണ രീതിയിലുള്ള സിലിക്കണുമാണ്. അങ്ങനെ മൊത്തം ഇൻക്ലൂഡഡ് ദിസ് 6 സെറ്റ് സിലിക്കണും ഒരു മെമ്മറി ഫോമും. അങ്ങനെ 7 സെറ്റ് ഇയർ ടിപ്പുകൾ ഇതിൽ ഉണ്ട്. ഇത് കൂടാതെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എവരിഡേ എഡിഷനാണ്, ഗെയിം ഫിഡലിറ്റി എഡിഷൻ. ഒരു USB Type-C പോർട്ട് കണക്ടർ ഉണ്ട്. ഇതിൽ തന്നെ ഡാക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡാക്ക് നിങ്ങൾ എവരിഡേ എഡിഷനാണ് എടുക്കുന്നതെങ്കിൽ വാങ്ങേണ്ട കാര്യമില്ല. പക്ഷേ എവരിഡേ എഡിഷന് 1000 രൂപ കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഇഫ് യു ഓൾറെഡി ഹാവ് എ ഡാക്ക്, ഇതിൻ്റെ ആവശ്യമില്ല. ഓഡിയോ ഫയൽ എഡിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഡാക്ക് ഉണ്ട്, എന്നാലും ഞാൻ ഇതാണ് എടുത്തത്. കാരണം എനിക്ക് ബാലൻസ്ഡ് 4.4 mm ജാക്കിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇത് കൂടാതെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരിയിങ് കേസാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രീമിയം ടച്ച് എന്ന് തന്നെ പറയാമുള്ള ഒരു ക്യാരിയിങ് കേസ് ഇതിലുണ്ട്. അതുപോലെ ഒരു മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത്, യു ക്യാൻ പുട്ട് ഇറ്റ് ഹിയർ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പോർട്ടബിൾ ഡാക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ തന്നെ വയ്ക്കാവുന്നതാണ്. അതുപോലെ IEM ഇതിലും വയ്ക്കാം. നല്ല ഒരു ക്യാരിയിങ് കേസാണിത്. ഇതൊക്കെയാണ് ഇതിൽ ഉള്ളടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ പാക്കേജിലുള്ളത്. ഇനി നമുക്ക് മെയിൻ സംഭവത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ IEM. നിങ്ങൾ ഡീഫിയൻ്റ് IEM വാങ്ങുമ്പോൾ ഓൾറെഡി ഇത് കണക്റ്റഡ് ആയ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ലഭ്യമാവുക. അങ്ങനെയാണ് എൻ്റെ പാക്കേജിൽ ഉണ്ടായിരുന്നത്. ആ
അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മെഡിക്കൽ ഗ്രേഡ് റെസിൻ ഷെല്ലാണ് ഈ IAM-ൽ ഉപയോഗിച്ചിട്ടുള്ളത്. DLP 3D പ്രിന്റിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. CNC മിൽഡ് ഫേസ് പ്ലേറ്റ് ആണ് വിത്ത് സം നിക്കൽ മെറ്റൽ ആക്സെന്റ്. അതാണ് ഈ തിളങ്ങി കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചിഹ്നം ഇതിൻ്റെ ഉള്ളിലും കാണാം. ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് മീൻസ്. അതുപോലെ ഒരു ജ്യൂസിയർ ലോഗോയും ആ നിക്കൽ ആക്സെന്റിൽ തന്നെ ഇതിലുണ്ട്. അടുത്ത യൂണിറ്റിൽ ഒരു ഹെഡ്ഫോൺസോൺ ലോഗോയും കാണാം. ഇത് കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെന്റാണ്, ഒരു എയർ വെന്റ്. അത് ഇതിലെ പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. ആദ്യത്തെ ചില യൂണിറ്റുകളിലൊന്നും ഈ എയർ വെന്റ് ഉണ്ടായിരുന്നില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നീട് വന്ന യൂണിറ്റുകളിൽ അവർ ഈ എയർ വെന്റ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതൊരു പ്രത്യേകതരം വെന്റാണ്. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ചെറിയൊരു ഹോളല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം ഇതിൻ്റോടൊപ്പം വരുന്ന ഈ കേബിളാണ്. ഇതിൻ്റെ പ്ലേറ്റുമായിട്ട് വളരെ കളർ മാച്ച് ചെയ്യുന്ന ഒരു കേബിളാണിത്. പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു കേബിൾ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് താഴെയുള്ള IAM-കളിൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത്ര നല്ലൊരു കേബിൾ ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള IAM-ലും ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. അതുകൂടാതെ നിങ്ങളെ എവരിഡേ എഡിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ മൈക്രോഫോൺ ഉണ്ട്. സോ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ദിസ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ചാറ്റിംഗ്, ആൾസോ ഫോൺ കോളിംഗ് ഇഫ് യു കണക്ട് ഇറ്റ് ടു ഫോൺ. അതുപോലെ വീഡിയോ പോസ് ചെയ്യാനും അതുപോലെ ഓഡിയോ പോസ് ചെയ്യാനും ഒക്കെ ഇതിലൊരു ബട്ടൺ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ബിൽഡ് ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം I gave it 5 out of 5. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി. അതുപോലെ തന്നെ ആക്സസറീസ്, അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ സംഭവത്തിൻ്റെ ഒരു മ്യൂസിക് തരത്തിലുള്ള ഒരു റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കഴിവ് എനിക്കില്ല. എന്നിരുന്നാലും ഞാൻ പറയാം കുറച്ചൊക്കെ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കാണ് കൂടുതൽ ആസ്വദിക്കാറ്. കർണാടിക് അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ ആസ്വദിക്കുന്നവർക്ക് ജ്യൂസിയർ ഡീഫിയന്റ് വളരെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു അനുഭവം നൽകുന്ന IAM ആണ്. വോക്കൽസും അതുപോലെ അക്കോസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സിനും ഒക്കെയുള്ള സ്വാഭാവികത, ആ നാച്ചുറൽ, അത് ഇതിന്റെ ട്യൂണിങ്ങിലുണ്ട്. അതുപോലെ വാദ്യോപകരണങ്ങളുടെ ശബ്ദമൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചുറ്റും, ഇവൻ ഇത് നമ്മുടെ ഇയറിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സംഭവമാണെങ്കിലും ഇതിന് അത്യാവശ്യത്തിന് സൗണ്ട് സ്റ്റേജ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റും ആ സൗണ്ട് ഉള്ളതായിട്ട് അനുഭവപ്പെടും. പിന്നെ ഇതിന്റെ ബിൽഡിനെ കുറിച്ച് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു ഹൈബ്രിഡ് IAM ആണ്. മിക്ക ഒരു അണ്ടർ 10K IAM-കളിലും ഒരു 10mm ഡൈനാമിക് ഡ്രൈവർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ ഇതൊരു ഹൈബ്രിഡ് IAM ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡൈനാമിക് ഡ്രൈവറും അതുപോലെ 3 ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവറും ഇതിലുണ്ട്. ഈ ഡൈനാമിക് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേർക്കും അറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ കോൺ പോലുള്ള സാധാരണ സ്പീക്കറിലൊക്കെ കാണുന്ന ഡ്രൈവറാണത്. ബട്ട് ബാലൻസ് ആർമേച്ചർ ഡ്രൈവർ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന് അധികം എനർജി ആവശ്യമില്ല, പക്ഷേ അതിന് ബാസ് കുറവാണ്. ബട്ട് ബാസ് കുറവാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സൗണ്ടിൻ്റെ ഹൈ ഫ്രീക്വൻസി സൗണ്ടും അതുപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള വോക്കൽ തരാനും ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഈ ജ്യൂസിയർ ഡീഫിയന്റിലെ ഡ്രൈവർ വിന്യാസം ഒരു പ്രത്യേക തരത്തിലാണ്. ഡൈനാമിക് ഡ്രൈവർ 10mm ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലും ബാസിന് വേണ്ടിയാണ്. അതേസമയം 3 ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 വ്യക്തമായ മിഡ്സിന്, അതായത് വോക്കലുകൾക്ക് വേണ്ടിയും, 1 മികച്ച ട്രിബിൾ ഹൈ ഡീറ്റെയിൽ കസ്റ്റം ട്യൂൺ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി അതിമനോഹരമാണ് എന്ന് തന്നെ പറയാം. ഈ ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവറൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് കൂടുതലും ഈ ഹിയർ എയ്ഡുകളിലും ഒറ്റമൊക്കെയാണ് കൂടുതലായിട്ട് ഈ ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവർ ഉപയോഗിച്ചിരുന്നത്. ബട്ട് ഇതിൻ്റെ ഈ പ്രെസിഷൻ ഉള്ള, അതായത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഹൈ ഫ്രീക്വൻസിയുള്ള ഈ സൗണ്ട് കൊണ്ട് IAM-കളിലും ഇതിൻ്റെ ഡ്രൈവറുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ പ്ലാനാർ മാഗ്നറ്റിക് ഡ്രൈവറുണ്ട്. അത്തരത്തിലുള്ള ഹെഡ്സെറ്റുകളും ഹെഡ്ഫോണുകളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ബട്ട് ഇതിൽ പ്ലാനർ മാഗ്നറ്റിക് ഉപയോഗിച്ചിട്ടില്ല. ഈ 2 ഡ്രൈവറുകളാണ് ഇതിൽ ഹൈബ്രിഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫിനെ കുറിച്ച് പറയാം. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ്. ഇതിൻ്റെ ഒരു സൗണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ബാലൻസ്ഡ് ആണ്, എന്നാൽ ഒരു ഇത്തിരി വാം ആയിട്ടുള്ള ഒരു മോഡിഫൈഡ് ഹാർമൻ ടാർഗറ്റ് എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ഹാർമൻ ടാർഗറ്റിന്റെ ആ ഒരു ഗ്രാഫിൽ കാണാവുന്നതാണ് അതിൻ്റെ ഒരു ലെവല്. അതുമായിട്ട് ഏകദേശം സാമ്യമുണ്ട്, ബട്ട് നോട്ട് 100%. ഇതിന്റെ ബാസ് ഹാർമൻ ടാർഗറ്റിനേക്കാളും കുറച്ച് കൂടുതലാണ്. ഒരു 1.3 ഡെസിബൽ അധികം വർധനവ് ഇതിന്റെ സബ് ബാസ്
ഭാഗത്ത് കാണാം. ഇത് ഗെയിമുകളിലും പാട്ടുകളിലും ഒക്കെ ഒരു റംബിൾ ഫീൽ നൽകാൻ സഹായിക്കും. അതുപോലെ സബ് ബാസിൽ നിന്ന് മിഡ് ബാസിലേക്ക് വരുമ്പോൾ ഗ്രാഫ് പതുക്കെ താഴത്തേക്ക് ഇറങ്ങുന്നു. മിഡ് ബാസ് അമിതമല്ലാത്തതിനാൽ ശബ്ദത്തിന് ഒരു നല്ല വെയിറ്റ് ലഭിക്കുമെങ്കിലും പാട്ടുകൾ കൂടുതൽ മഡി ആകാതെ പോവാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഗെയിമുകളിലെ വോക്കലുകളും കൂടുതൽ മനോഹരമായിട്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി മിഡ് ഫ്രീക്വൻസി എവിടെയാണോ നമ്മുടെ വോക്കൽസ് ഉള്ളത് അവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവർ ക്ലിയർ ആയിട്ട് ഇതിനെ സഹായിക്കുന്നുണ്ട്. ഗ്രാഫ് വളരെ ക്ലീൻ ആണ്. ഇവിടെ പുരുഷ ശബ്ദങ്ങളും പ്രധാന ഇൻസ്ട്രുമെന്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് കേൾക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ അപ്പർ മിഡ് റൈസിലേക്ക് വരുമ്പോൾ ഗ്രാഫ് കുറേശ്ശെ ഉയരാൻ തുടങ്ങുന്നു. ഇത് സാധാരണ ഹെർമൻ ടാർഗറ്റിനേക്കാൾ കുറവാണ്. ഇതിന്റെ ഫലമായി സ്ത്രീ ശബ്ദങ്ങളും അതുപോലെ ഹൈ ഫ്രീക്വൻസി സൗണ്ടുകളും ഒക്കെ ഒട്ടും ഷൗട്ട് ആകാതെ, അതായത് വളരെ നാച്ചുറൽ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ട്രബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രബിളാണ് ഇതിനുള്ളത്. വല്ലാതെ ഷാർപ്പ് ശബ്ദങ്ങളൊന്നും ഈ IEM-ൽ ഇല്ല. ചില ബഡ്ജറ്റ് IEM-കളൊക്കെ ഈ കൂടുതൽ മികച്ച, അതായത് കൂടുതൽ കൃത്യമായ വോക്കൽ തരാൻ വേണ്ടി കൂടുതൽ ട്രബിൾ ഉപയോഗിക്കാറുണ്ട്. ഷാർപ്പായിട്ടുള്ള ട്രബിൾ ഉപയോഗിച്ച് നമുക്ക് ഇയർ ഫാറ്റിഗ് സൃഷ്ടിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ IEM-നില്ല. വളരെ ഒരു തരത്തിലും ഇയർ ഫാറ്റിഗ് ഉണ്ടാക്കാത്ത മികച്ച ഒരു ട്രബിൾ ഫ്രീക്വൻസിയാണ് ഇതിനുള്ളത്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ട്രബിൾ പെട്ടെന്ന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല, കൂടുതൽ ട്രബിൾ. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ പറയാം. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ഡാക് ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ബഡ്ജറ്റ് IEM ആണ്. 10K എന്നൊക്കെ പറയുമ്പോൾ IEM-ന്റെ കാര്യത്തിൽ അത് തീർച്ചയായും ഒരു ബഡ്ജറ്റ് IEM ആണ്. പക്ഷേ 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു IEM ആയിട്ടല്ല ഇതിന്റെ ഒരു പെർഫോമൻസും ഇതിന്റെ ഒരു ആക്സസറികളും എല്ലാം ഓഡിയോ ഫയൽ ഗ്രേഡിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ഒരു IEM ആണിത്. വില കുറവും എന്നാൽ ഓഡിയോ ഫയലിന്റെ ഗ്രേഡിൽ ഉൾപ്പെടുത്താവുന്നു. ഞാൻ പറഞ്ഞു 10,000 രൂപ എന്ന് പറയുന്നത് ബഡ്ജറ്റ് തന്നെയാണ്. കാരണം IEM-കൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ലക്ഷത്തിന് 7 ലക്ഷത്തിനൊക്കെ വാങ്ങാൻ കിട്ടുന്ന IEM-കളുണ്ട്. ഓഡിയോ ഫയൽ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 20-30 രൂപയ്ക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓഡിയോ ഫയൽ ഗ്രേഡിലായിട്ട് ആളുകൾ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾക്കിവിടെ ഒരു ഗെയിമിങ്ങിന് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് അല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 10,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് വല്ലാതെ കൂടിയ ബഡ്ജറ്റാണ് എന്ന് പലർക്കും തോന്നാം. ബട്ട് IEM-ന്റെ നിലവാരം വെച്ച് ഇറ്റ് ഈസ് സ്റ്റിൽ എ ബഡ്ജറ്റ് IEM. ബട്ട് വാല്യൂ വെച്ച് നോക്കുമ്പോൾ 11 ഒരു ഓഡിയോ ഫയൽ ഗ്രേഡിലുള്ള IEM ആണ് എന്ന് തന്നെ പറയാം. ഇനി ഇതിന് ഡാക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവരിഡേ വെർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ ഉള്ളടങ്ങിയിട്ടുണ്ട് ഡാക്ക്. ബട്ട് ഐ സ്റ്റിൽ റെക്കമെൻഡ് യൂസിങ് സംതിങ് ലൈക്ക് ദിസ് ഓർ ഇതിലും കുറഞ്ഞ. ഇത് DD ഹൈഫൈയുടെ ഒരു ഡാക്കാണ്. ഹെഡ്ഫോൺ സോണുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാക്കാണിത്. ഇത് കൂടാതെ വേണമെങ്കിൽ ഇതിലും കുറഞ്ഞത് ജേക്കാലി, അതായത് JC-യുടെ ഡാക്കുകൾ കിട്ടാനുണ്ട് പോർട്ടബിൾ. ഇനി നിങ്ങൾക്ക് കൂടുതലായി ഒരു ഓഡിയോ ഫയൽ ഗ്രേഡ് സൗണ്ട് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ഡാക്ക് ആൻഡ് ആംപ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫോസി ഓഡിയോയുടെ K5 Pro എന്ന് പറഞ്ഞൊരു ഡാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബട്ട് ഒരു ഡാക്ക് ഇതിന്റെ പെർഫോമൻസ് ഉയർത്തും എന്നല്ല പറയുന്നത്, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് അതിന്റെ പ്രധാനം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി, മ്യൂസിക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഞാൻ വീണ്ടും പറയുന്നു, മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു എക്സ്പെർട്ട് അല്ല. ബട്ട് ഇനി പറയാൻ പോകുന്നത് ഗെയിമിങ്ങിനെ കുറിച്ചാണ്. ഗെയിമിങ്ങിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗെയിമിങ്ങിന് വേണ്ടി നന്നായി ട്യൂൺ ചെയ്ത ഒരു IEM ആണ്. ഇതിൽ ഗെയിം ഫിഡലിറ്റി എഡിഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ട് ഗെയിം ഫിഡലിറ്റി എഡിഷൻ ഒരു ഇത്തിരി ട്രബിൾ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാ ട്യൂണിങ്ങും അതിന്റെ ഒറിജിനൽ റിവ്യൂവിന്റെ വെർഷന്റെ അതേ രീതിയിൽ ഉള്ളത് തന്നെയാണ്. സിംഗിൾ പ്ലെയർ ഗെയിമുകളിലും കോമ്പറ്റീറ്റീവ് ഇസ്പോർട്സ് ഗെയിമുകളിലും ഒക്കെ ഇത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. വാലോറാന്റ്, PUBG, CS2 പോലുള്ള ഷൂട്ടർ ഗെയിമുകളിലൊക്കെ ഇതിന്റെ ശബ്ദത്തിന്റെ കൃത്യത നല്ലതാണെന്ന് തന്നെ പറയാം. കൃത്യമായ ഒരു ഇമേജിംഗ് തരാൻ, നമുക്ക് ഒരു പ്രിസൈസ് ഇമേജിംഗ് തരാൻ ഇതിന് സാധിക്കുന്നുണ്ട്. ശത്രുക്കളുടെ കാൽപെരുമാറ്റം, ഫുഡ് സ്റ്റെപ്പ്, അത് ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതിന്റെ ട്രാക്കിംഗ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ക്ലീൻ ലോവർ മിഡ്സ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആണ് ഇതിന്റെ മിഡ് റേഞ്ച് ശബ്ദങ്ങൾ. വെടിയൊച്ചകളും
ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ ടീം അംഗങ്ങളുടെ വോയിസ് ചാറ്റും കാൽപ്പാടുകളുടെ ശബ്ദമൊക്കെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഇതിന്റെ ട്രിബിള് അത്ര ഫാറ്റിക് അല്ല, ഇയർ ഫാറ്റിക് ഉണ്ടാക്കുന്നില്ല. എത്ര നേരം വേണമെങ്കിലും ദീർഘനേരം ഗെയിം കളിച്ചാലും ഒരു പ്രത്യേക തരത്തിലുള്ള കുഴപ്പവും ഇതിനുണ്ടാക്കുന്നില്ല. ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി, അതിപ്പോൾ പറയാം. ഇതിന്റെ നോസിൽ ഒരിത്തിരി വലിപ്പം കൂടുതലാണ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള IEMകളെ അപേക്ഷിച്ച്. ബട്ട് അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ധാരാളം ഇയർ ടിപ്പുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ സൈസിനുള്ള ഇയർ ടിപ്പ് ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് 6mm വ്യാസം ഉള്ള ഒരു നോസിലാണ്. അത് കൂടാതെ നോസിലിന്റെ ഈ വലുപ്പവും ലെങ്ത്തും കുറച്ച് കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാനിതൊരു 5 മണിക്കൂർ 6 മണിക്കൂർ വരെയൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഗെയിമിങ്ങിനും മ്യൂസിക്കിനും ഒക്കെ ആയിട്ട് അടുപ്പിച്ച് യാതൊരു തരത്തിലുള്ള ഇയർ ഫാറ്റിക്കും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഗെയിമിംഗ് എന്ന് പറയുന്നത് സിംഗിൾ പ്ലെയർ ഗെയിമുകളാണ്. ഞാൻ സൈബർ പങ്ക് അതുപോലുള്ള ഗെയിമുകളൊക്കെ ഞാൻ ഇതിൽ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് നല്ല ഇമ്മേർഷൻ തരുന്ന ഒരു പ്രകടനം ഇതിലുണ്ട്. ആഴത്തിലുള്ള ബാസ് ഉള്ള കാരണം ഗെയിമുകളിലെ ഈ സൈബർ പങ്കും വിച്ചർ അതുപോലുള്ള അല്ലെങ്കിൽ KCD2 അതുപോലുള്ള ഗെയിമുകളിലൊക്കെ ഉള്ള സൗണ്ടുകൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതായത് ഒരു ഇമ്മേർഷനോടെ ഫീൽ ചെയ്യാൻ ഇതിന്റെ 10mm ഡൈനാമിക് ഡ്രൈവറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലെ പരിസ്ഥിതിയുടെ വലിപ്പം, ഒരു സിനിമാറ്റിക് സൗണ്ട് സ്റ്റേജ്, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായി തോന്നിയിട്ട്. നമ്മുടെ IEMകളുടെ ഒരു പ്രശ്നം ഇത് വളരെ ചെറുതാണ്, നമ്മുടെ ചെവിക്കുള്ളിലിരിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും ഒരു സൗണ്ട് സ്റ്റേജ് സൃഷ്ടിക്കാൻ മിക്ക IEMകൾക്കും സാധിക്കാറില്ല. ബട്ട് ഡീഫിയന്റ് ആ കാര്യത്തിലും വളരെ മികച്ചു നിൽക്കുന്നു. ഗെയിമിലെ ആ ഒരു സൗണ്ട് സ്റ്റേജ്, സ്പേഷ്യസ് സൗണ്ട് സ്റ്റേജ് എന്ന് പറയാം, അത് അതിന്റെ അന്തരീക്ഷവും അതുപോലെ ആ ഗെയിമിലെ നമുക്കിപ്പോൾ കൂടുതൽ അകലെ നിന്ന് വരുന്ന സൗണ്ടുകൾ അതേ തരത്തിൽ അകലെ നിന്ന് തന്നെ ഫീൽ ചെയ്യിക്കാനും ഒക്കെ ഇതിന് സാധിക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലും RPGകൾ കളിക്കുന്ന വ്യക്തിയാണ്. ബാൽഡർസ് ഗേറ്റ് 3 അതുപോലുള്ള ഗെയിമുകളിലൊക്കെ നമുക്ക് ധാരാളം വോക്കൽസ് ഉണ്ടാവും, ഡയലോഗുകൾ ഉണ്ടാവും. ആ ഡയലോഗുകളും സംഭാഷണങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ബാലൻസ് ആമേച്ചർ ഡ്രൈവർ, അതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ ഒരു സിംഗിൾ ഡൈനാമിക് ഡ്രൈവറുള്ള ഹെഡ്ഫോണുകളേക്കാൾ വളരെ മികച്ചതായിട്ട് ഇത് അനുഭവപ്പെടുന്നു. അതുപോലെ നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമർ ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് മൈക്കിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവരിഡേ എഡിഷനിൽ മൈക്ക് ഇതിൽ തന്നെ ഉണ്ട്. ഇനി ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇപ്പോഴത്തെ വില. ഞാൻ ഹെഡ്ഫോൺ സോണിൽ ചെന്നിട്ടൊന്ന് നോക്കട്ടെ. ഡിഫിയന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത്, ഈ വീഡിയോ ചെയ്യുമ്പോഴത്തെ വില, ഓഡിയോ ഫയൽ വേർഷന് 10,000 രൂപയാണ് വില. അതേസമയം എവരിഡേ വേർഷന് 1000 രൂപ കൂടുതലുണ്ട്, 11,000 രൂപ. ഞാൻ എടുക്കുമ്പോൾ ഇതിന് 10,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ എവരിഡേ വേർഷന്. ഓഡിയോ ഫയൽ വേർഷന് 9,000 രൂപ വിലയുണ്ടായിരുന്നുള്ളൂ. സോ അത് ഇനിയും കുറയാം. നിങ്ങൾ ഹെഡ്ഫോൺ സോണിൽ എപ്പോഴും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതേ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടാം. ഒരു സെയിൽ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് ആ തരത്തിലുള്ള കൂടുതൽ വലിയൊരു വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ട. ബട്ട് ഈ ലെവലിലുള്ള, അതായത് ഞാൻ പറഞ്ഞു ഒരു ബഡ്ജറ്റ് 2 ഓഡിയോ ഫയൽ സെക്ഷൻ, ഈ ലെവലിലുള്ള IEMകളിൽ ഗെയിമിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു IEM തന്നെയാണിത്. ഹെഡ്ഫോൺ സോണിന്റെ കൊളാബറേഷനിൽ ഇറങ്ങിയ ഏറ്റവും നല്ല IEMും ഇത് തന്നെയാണ്. ഇനി ഇതിന് കമ്പയറബിൾ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫുൾ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു IEM ഉണ്ട്. ആഫുൾ എക്സ്പ്ലോറർ ഇതേ ടൈപ്പിൽ തന്നെയുള്ള ഒരു സൗണ്ട് സ്റ്റേജുള്ള, സൗണ്ട് ഫ്രീക്വൻസി ഉള്ള ഒരു IEM ആണ്. ഇതുമായിട്ട് നന്നായി കമ്പയർ ചെയ്യാം. ബട്ട് ഐ ലൈക്ക് ഇതിന്റെ സൗണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് കൂടാതെ ട്രൂത്ത് ഇയറിന്റെ പ്യുവർ ഏകദേശം സെയിം പ്രൈസ് റേഞ്ചിലുള്ള ഒരു IEM ആണ്. ബട്ട് ഗെയിമിങ്ങിന് ഐ പ്രിഫർ ഇറ്റ്. മ്യൂസിക്കിന് പ്യുവർ കുറച്ചുകൂടി നല്ലതാവും എന്ന് തോന്നുന്നു. ഗെയിമിങ്ങിന് ചിലർക്കെങ്കിലും സിംകോട്ടിന്റെ EW300 വളരെ നല്ലതായിട്ട് അനുഭവപ്പെടാം. EW300ന്റെ ഒരു പ്രത്യേകത അതിന്റെ ട്രിബിൾ കൂടുതലാണ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മച്ച് ട്രിബിൾ. അതുകൊണ്ടാണ് ഞാൻ ജ്യൂസിയർ കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. ബട്ട് ചിലർക്കെങ്കിലും ഗെയിമിങ്ങിൽ EW300 കുറച്ചുകൂടി നല്ലതായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ IEMനെ കുറിച്ച് പറയാനുള്ളത്. സോ ഐ റെക്കമെൻഡ് ഇറ്റ് ഫോർ എനിവൺ ഹൂ ക്യാൻ സ്പെൻഡ് 10K rupees ഫോർ ആൻ IEM. അത് ഗെയിമിങ്ങിനായാലും മ്യൂസിക്കിനായാലും ദിസ് വൺ റോക്ക്.